ഹായ്, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഹായ് സ്വപ്ന, എന്തൊക്കെയാണ് വിശേഷം? സുഖം. നമ്മുടെ സ്വപ്ന മന്ത്ര അല്ലേ? അതെ. ഈ ഒരു സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ സ്വപ്ന മന്ത്രയുടെ ഹോം ബ്രാഞ്ച് വരുന്നത് തൃപ്പൂണിത്തുറയാണ്. ഇത് കൂടാതെ എടപ്പള്ളിയിൽ ഒബ്രോൺ മോളിൻ്റെ അടുത്ത് വേറൊരു സ്റ്റോറും കൂടി ഉണ്ട്. നമുക്ക് സെക്കൻഡ് ബ്രാഞ്ച് ഉണ്ട് നമുക്ക് അവിടെ. രണ്ട് ബ്രാഞ്ചുകളാണുള്ളത് അല്ലേ? അതെ. മെയിൻ ബ്രാഞ്ച് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് അല്ലേ? അതെ. ചാത്താരി എന്ന് പറയുന്നത്. ചാത്താരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓക്കെ, തൃപ്പൂണിത്തുറ ചാത്താരി മെട്രോ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ്. ഓക്കെ, ഈ സ്വപ്ന മന്ത്ര എന്നുള്ളൊരു പേരിടാൻ കാര്യം എന്താണ്? സ്വപ്ന മന്ത്ര എന്ന എൻ്റെ പേരാണ്. മന്ത്ര അല്ല, ശരിക്കും അത് വീട്ടുപേരാണ്. ഹസ്ബൻഡിന്റെ വീട്ടുപേര് മാന്ത്ര എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി വരുമ്പോൾ അത് മന്ത്ര എന്നായിട്ട് വരും. അങ്ങനെയാണ് സ്വപ്ന മന്ത്ര എന്നുള്ളത് വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ട കാര്യം. അല്ലാതെ മന്ത്ര എന്ന് പറയുന്നത് വേറൊരു അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, വീട്ടുപേരാണ് നമ്മുടെ വീട്ടുപേരായതുകൊണ്ട് ചെയ്തതാണ്. നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഏകദേശം ഒരു 18 കൊല്ലം കഴിഞ്ഞു. 18 വർഷം. അതായത് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാനായിട്ടുള്ള എന്താണ് അതിൻ്റെ ഒരു വഴിത്തിരിവ്? നമ്മളെ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് ഷെയർ ചെയ്യാം. ബിസിനസ്സിലേക്ക് എന്നല്ല, ഈ ഒരു പ്രൊഫഷൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഇതാണ്. അതെൻ്റെ ഒരു പാഷനാണ്. ചെറുപ്പത്തിൽ, അതായത് ഇപ്പം എന്താ പറയുക, തിരിയാനുള്ള റീസൺ, ഞാൻ കുറേശ്ശെ ആർട്ട് വർക്കൊക്കെ ചെയ്യുമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ. അപ്പോൾ നമുക്ക് SLC കഴിഞ്ഞ സമയത്താണ്. SLC കഴിഞ്ഞ സമയത്ത് അന്നെന്ന് പറയുന്നത് ഞാൻ 87 പാസ് ഔട്ടാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ SLC പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 മാസം നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ തയ്യൽ പഠിക്കാൻ വിടുക, അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ്. അതെ, കൾച്ചർ അതാണ്. അതിനുള്ള ഓപ്ഷൻസേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഓപ്ഷൻ ഏതാ വേണ്ടതെന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ ഞാൻ തയ്യലാണ് എനിക്ക് മതി, തയ്യൽ പഠിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോയി ചേർന്നത്. അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്. പിന്നീട് അന്ന് മുതൽ പിന്നെ എൻ്റെ കല്യാണം വരെ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെയാണ് തുന്നിക്കൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ സ്വന്തമായി തുന്നിയിട്ട് വരുന്ന എൻ്റെ ക്ലാസ്സിൽ ആകപ്പാട്ട് ഒരാൾ ഞാൻ മാത്രം ഉണ്ടായിരുന്നു. സ്വപ്നം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഡ്രസ്സുകളെല്ലാം. അതെ അതെ, പേരിൽ തന്നെയുണ്ട് സ്വപ്നം അല്ലേ? അപ്പം അങ്ങനെയാണ് അതിനോട് ഇഷ്ടം തുടങ്ങിയത്. അതിനുശേഷം പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അന്നില്ല. അപ്പോൾ അന്ന് എൻ്റെ ഓർമ്മയിൽ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഒരു കോഴ്സ് ഉണ്ട്, കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു 1 ഇയർ കോഴ്സ് എന്തോ ഉണ്ടായിരുന്നു, ഡിപ്ലോമ പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ ഞാൻ ചേർന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഉണ്ടെന്നുള്ളവർ. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛൻ വന്നൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ നല്ല നിലയിൽ വർക്ക് ചെയ്താണ്. അമ്മ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവർ പറഞ്ഞു എൻ്റെ മോള് തയ്യൽക്കാരിയായിട്ട് അറിയപ്പെടാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഡിഗ്രി മാത്സിന് തിരഞ്ഞെടുത്ത്. അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും സമ്മതിച്ചില്ല. പിന്നെ കല്യാണത്തിൻ്റെതായി 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശേഷം ആ സമയത്ത് ഞാൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ കുറച്ച് കഴിയട്ടെ, പിള്ളേരൊക്കെ ആയി, ഒന്ന് സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പിള്ളേരെ സ്കൂളിൽ കൊണ്ട് ചേർത്ത ഉടനെ തന്നെ ഇളയാളെ സ്കൂളിൽ ചേർത്തത് 11 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 32ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അതായത് ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് 2004 വരുന്നത്. 2004 അന്ന് കൊച്ചിയിൽ സൗത്ത് ഓവർബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടൊരു NIFD എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഡിപ്ലോമ കോഴ്സ് ചെയ്തത്. അവിടെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരിക്കുന്നത്. അവിടെയാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലൈസ്? സ്റ്റാർട്ടിങ് ഞാൻ സ്റ്റിച്ചിങ്ങിലാണ് തുടങ്ങിയിരുന്നത്. ശരിക്കും റെഡിമെയ്ഡായിരുന്നു നമ്മൾ തുടങ്ങിയിരുന്നത്. റെഡിമെയ്ഡ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയി കൊടുത്ത് കടകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എല്ലാം വിറ്റ് പോകുമായിരുന്നു, പക്ഷേ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നു. അപ്പോൾ ഒരു 6 മാസത്തോളം നമ്മളങ്ങനെ പിടിച്ചു നിന്ന് നോക്കി. പക്ഷേ ഇത് രക്ഷയില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് കസ്റ്റമൈസേഷനിലേക്ക് തിരിയാനായിട്ടുള്ളൊരു കാരണം ഉണ്ടായി. അന്നങ്ങനെ ഒരു കസ്റ്റമർ ഡയറക്റ്റ്ലി വന്നിരുന്നു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവദൂതനെ പോലെ വന്നു എന്ന് പറയാം. പ്രഭചേച്ചി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് എനിക്ക്. പുള്ളിക്കാരി ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നതൊരു കാരണമായിട്ടാണ്. പുള്ളിക്കാരിയുടെ കയ്യിലൊരു മകളുടെ ഒരു സാരി ഉണ്ടായിരുന്നു. അതിങ്ങനെ കത്രിയപ്പാട് വന്നിട്ട് ഒത്തിരി വെട്ടുകൾ വീണതൊരു സാരി കൊണ്ടാണ് വന്നത്. ഏകദേശം ഒരു 18 വെട്ടുകളോളം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കത് ക്ലിയറായിട്ട് അത് വേണം. അപ്പോൾ അതിൻ്റെ മകളുടെ വീട്ടിൽ നിന്ന് സംഭവിച്ചതാണത്. അപ്പോൾ അവർക്കത് മാറ്റി ക്ലിയറാക്കി അടുത്ത ഒരു കല്യാണം വരുമ്പോൾ മോളെ കൊണ്ട് ആ സാരി തന്നെ ഉടുപ്പിക്കണം. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിരുന്നു. അന്ന് ഈ ഡിസൈനിങ് പഠിച്ചിരിക്കുന്ന ആൾക്കാർ വളരെ റെയറാണ്. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ ഞാനിങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ എന്നെ കാണാൻ വന്നു. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ആദ്യം എന്നെ പരീക്ഷിക്കാനാണ് അവർ നോക്കിയത്. നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മോളുടെ എന്നെ കമ്പയർ ചെയ്തിട്ട് അവരുടെ മകളുടെ മെഷർമെൻറ്റ് എന്നോട് പറഞ്ഞു. എന്നേക്കാൾ ഇത്ര വണ്ണം കൂടുതൽ, എന്നേക്കാൾ ഇത്ര വണ്ണം കുറവ്, ഹൈറ്റ് ഇത്രയുണ്ട്, അങ്ങനെയൊക്കെ എന്നെ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു മെറ്റീരിയൽ തന്നിട്ട് തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് അത് തയ്ച്ചു കൊടുത്ത് വളരെ കറക്റ്റായിട്ട് തോന്നുന്നു. ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഓൾട്രേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ അത് ഭംഗിയായിട്ട് ഇടാൻ പറ്റി. അപ്പോഴാണ് ചേച്ചി എനിക്ക് ഈ സാരി എൻ്റെ തരുന്നത്. ഇത് വേണം എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും എൻ്റെ മോൾക്ക് ഉടുപ്പിക്കാൻ പാകത്തിന് വേണം. ഞാൻ 2 ദിവസം ഞാനതിങ്ങനെ ഇട്ട് വെച്ചാൽ അത് നമുക്ക് കണ്ട സങ്കടം വരും. അതുപോലെ കീറിയിട്ടുണ്ടായിരുന്നു സാരി, കത്രിക വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 ദിവസം ഞാനതിൽ സാരി എന്ത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ സാരിയുമേ നോക്കിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഞാൻ കംപ്ലീറ്റ്ലി ആദ്യം ഡാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഡാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് എംബ്രോയ്ഡറി സാരീസിലൊന്നും വരുന്നില്ലായിരുന്നു, വന്നു തുടങ്ങിയിട്ടില്ല സാരീസിൽ. അപ്പോൾ അന്ന് ഞാൻ അത് ചെയ്തതിന് ശേഷം വെട്ട് വീണ പാടുകൾക്കനുസരിച്ച് പടം വരച്ച് ഡിസൈൻസ് വരച്ച് എംബ്രോയ്ഡറി ചെയ്ത് ആ സാരീനെ ഫിനിഷാക്കി എടുക്കുകയാണ് ചെയ്തത്. ഫുൾ സാരി എംബ്രോയ്ഡറി എന്നുള്ള ലെവലിലേക്ക് അത് മാറ്റിയെടുത്തു. പക്ഷെ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ കരഞ്ഞുകൊണ്ടാണ് ആ സാരി അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ നിന്ന് വാങ്ങിച്ചത്. ഞാനതിന് പേയ്മെൻറ്റ് വാങ്ങിച്ചില്ല. അതിന് നന്ദി സൂചകമായിട്ട് ചേച്ചി ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങളൊരു ഉള്ളിലേക്കൊരു വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റാർട്ടപ്പ്. എപ്പോഴും നമ്മൾ ചെറുതായിട്ടാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. പുള്ളിക്കാരി അവിടെ നിന്ന് കൊണ്ടുവന്ന് ചേച്ചിയുടെ വീടിനടുത്ത് തന്നെ ഒരു വീട് റെൻറ്റിനുള്ളത്, ചേച്ചിയുടെ ഒരു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിരുന്നു അത്. അവിടേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഞാൻ കസ്റ്റമൈസേഷൻ അന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അല്ല ദേവത തന്നെയാണ്. മന്ത്ര വന്നിരിക്കുന്നത് 2015 മുതലാണ് വന്നിരുന്നത്. അവിടെ നിന്ന് മുതൽ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കസ്റ്റമേഴ്സ് ചേച്ചി തന്നെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് എനിക്ക് കൊണ്ടുതന്നു. അതെ അതെ അതെ. ശരിക്കും ഈ ഒരു സ്ഥാപനം ശരിക്കും പറഞ്ഞാണെങ്കിൽ പ്രഭ ചേച്ചി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരുപാട് വാല്യൂ ഉണ്ട്. എൻ്റെ അച്ഛനമ്മയോളം തന്നെ സ്ഥാനം പ്രവചിച്ചിക്ക് ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും. പിന്നീടുള്ള എല്ലാ ഇതിലും പ്രവചേച്ചിയെ കൂട്ടാണ്ട് ഞാൻ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലുള്ളത് നമ്മളിവിടുത്തെ മെറ്റീരിയൽ ഇത് എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? ഇത് ഞാനിവിടെ വയ്ക്കുന്നതെല്ലാം കോട്ടനാണ്, നാച്ചുറൽ കോട്ടൺസ് ആണ് വയ്ക്കുന്നത്. അതും മറ്റേ സിന്തറ്റിക് മിക്സ് ഒന്നും ഇല്ലാത്തതും അതുപോലെ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് വയ്ക്കുന്നത്. അത് നാച്ചുറൽ ഡൈസിൻ്റെ ആണ്. അതിനെടുക്കുന്നത് കൂടുതലും ജയ്പൂർ അല്ലെങ്കിൽ എന്താ പറയുക അഹമ്മദാബാദ് അങ്ങനെയുള്ള എനിക്ക് കിട്ടുന്നത് എവിടെയാണോ ഇന്ത്യയിൽ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് അതൊക്കെ അവിടെ നിന്നൊക്കെ പോയിട്ട് ഞാൻ തന്നെയാണ് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഫാഷൻ ഡിസൈനറും കൂടി ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾക്ക് ഇപ്പോൾ ഒരു ന്യൂജൻ കാലഘട്ടങ്ങളല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് സ്വപ്നയ്ക്ക് അറിയാം. അത് പഠിച്ചു ശരിക്കും അതാണ് മെയിൻ റീസൺ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പോളിസ്റ്റർ അല്ലെങ്കിൽ സിന്തറ്റിക് മിക്സ് വരുന്ന ഒരു ഫാബ്രിക്സും ഞാൻ പണ്ട് മുതലേ ഞാൻ ഇടാറില്ല. അപ്പോൾ ഇടാതിരിക്കുന്നതുകൊണ്ടിട്ട് തന്നെ എനിക്ക് മറ്റുള്ളവർക്ക് അത് കൊടുക്കാനും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കൊടുക്കാനും എനിക്കും താല്പര്യമില്ല. അല്ല, ഞാൻ അത് ഇഷ്ടപ്പെടണം നിർബന്ധമല്ല. പക്ഷെ എങ്കിലും അതൊരു ശരീരത്തിന് നല്ലതല്ലാത്തത് കൊണ്ടിട്ട് എനിക്ക് നല്ലത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഫാബ്രിക്സിൻ്റെ റേറ്റും അതേപോലെ തന്നെ നോർമൽ കോട്ടൻ്റെ റേറ്റും വ്യത്യാസമുണ്ട്. ശരിക്കും വ്യത്യാസമുണ്ട് അതിൻ്റെ റേറ്റ്. പക്ഷെ എന്നാലും കൊടുക്കുമ്പോൾ നല്ലത് തന്നെ കൊടുക്കണം എന്നുള്ളൊരു, അതായത് കസ്റ്റമേഴ്സിൻ്റെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിന് റാഷസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലതാണത്. ബ്രീത്തിങ്ങും ഉണ്ട് അതിന്. അപ്പോൾ ഏറ്റവും നല്ലത് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ കംഫർട്ടായിരിക്കണം. എത്രത്തോളമാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലാണ് മെയിൻലി സ്വപ്നമന്ത്രം പിടിച്ചു വെക്കുന്നതെന്ന് പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന ഒരു
വസ്ത്രവും അലമാരയിൽ വെറുതെ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേക്ക് ഷുവർ ചെയ്യാറുണ്ട്, എപ്പോഴും അവരുടെ കൂടെ നിന്ന്. അതിപ്പോൾ എത്ര തവണ ആണെങ്കിൽ പോലും വരാം, ഓൾട്രേഷൻസ് വരാനുള്ളതാണ്. അപ്പോൾ മനുഷ്യനാണല്ലോ, എന്താണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു എന്താ പറയുക 20% നമുക്ക് അങ്ങനെ ഓൾട്രേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം സമയം എടുത്താലും ശരി അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് വിടണം എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഒരു പെർഫെക്ഷനിസ്റ്റാണ് അറിയപ്പെടുന്നത്. എൻ്റെ അടുത്തേക്ക് വരുന്നത് സ്വപ്നയെ ഇട്ട് കാണിക്കണം എന്നാണ് പറയുന്നത്. തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്ന കണ്ടാലാണ് അത് ഓക്കെ ആവുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അത് വളരെ സന്തോഷമാണ്, സന്തോഷമാണ് അല്ലേ? കസ്റ്റമേഴ്സിന്റെ ഇങ്ങനെ ഒരു അവരുടെ ഒരു മെസ്സേജ് നമ്മൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തന്നെ ഇപ്പൊ സ്വപ്ന ഇരിക്കുമ്പോൾ തന്നെ അതൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമാണ് വരുന്നത്. അങ്ങനെ കേൾക്കുന്നത് സന്തോഷമാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഓൺ പ്രൊഡക്ഷൻ ഉണ്ടോ? ഉണ്ട്, നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. അതായത് ബ്ലോക്ക് പ്രിൻസിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്രിയേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് നമ്മുടേതായിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സീരീസ് തന്നെ നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അജ്രക്കിൻ്റെ വരുന്നതും ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഓർഗാനിക് ഫാബ്രിക്സ് നമ്മൾ വീവ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ജാംദാനി പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഡിജിറ്റൽ പ്രിൻറ്റിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, സാരീസ് ആണെങ്കിലും നമ്മുടെ വീവിങ് ഒരു ടൈം വേണം നമുക്കിതെല്ലാം. കസ്റ്റമൈസേഷൻ എപ്പോഴും നമുക്ക് സമയം വേണം. അപ്പോൾ ആ ഒരു ടൈമും കൂടി നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നാലും, ഇപ്പോൾ ഈവൻ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നിട്ട് ഇപ്പോൾ കൂടുതലും അങ്ങനെ വരുന്നത് ആണുങ്ങളാണ് കേട്ടോ. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ഫോട്ടോയും കൊണ്ടുവരും, എന്നിട്ട് ഇതുപോലത്തെ ഒരു ഷർട്ട് എനിക്ക് വേണം എന്ന് പറയും. അപ്പോൾ അതിന് നമുക്കത് സമയം തരുവാണെങ്കിൽ ജെൻസിന് സ്റ്റിച്ചിങ് ഉണ്ട് നമുക്ക്. നമ്മൾ പറയാറില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ട്. ജെൻസിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ അവർ കൊണ്ടുതരും. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് ജുബയായിട്ടോ അല്ലെങ്കിൽ ഷർട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വേണം എന്ന് പറയും. അത് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ എന്താ പറയുക പ്രിൻറ്റഡ് ഷർട്ട്സുകളിൽ ഇപ്പോൾ ഒരുപാട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് പല തരത്തിലുള്ള ഇതും കൊണ്ടുതരും. അതേപോലെ തന്നെ നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ വേറെ കളേഴ്സും ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അതിന് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്തിനുള്ള ഓപ്ഷൻസ് സ്വപ്നമന്ത്രയിലുണ്ട്. ഇപ്പോൾ ഈവൻ കല്യാണത്തിൻ്റെ പട്ടുസാരി ആണെങ്കിൽ പോലും, ബ്രൈഡ്സിനുള്ള സാരി ആണെങ്കിൽ പോലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് കാഞ്ചീപുരത്ത് നമുക്ക് വീവേഴ്സ് ഉണ്ട്. അവരാണ് നമുക്കിത് ചെയ്തു തരുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഏത് ഡിസൈനും ഏത് കളറും ഇഷ്ടമുള്ളത് നേരത്തെ തന്നെ ഒരു 3 to 4 months നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. 3 months എന്തായാലും മിനിമം വേണ്ടി വരും. നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഏത് കളറും ഏത് ഡിസൈനും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മറ്റുള്ള പുറത്തുള്ള നിസ്സാരം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് എല്ലാവർക്കും അറിയാം. പബ്ലിസിറ്റി കുറവാണ്. പക്ഷേ അത് പ്രഷർ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ ജെൻസും ഉണ്ട്, ലേഡീസും ഉണ്ട്, കിഡ്സും ഉണ്ട്. കിഡ്സിനും ഉണ്ട്. ഇപ്പൊ ഇത്ര വർഷങ്ങളായല്ലോ സ്വപ്ന, സെലിബ്രിറ്റികളൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ടോ? ഉണ്ട്. അതിൽ മെയിൻലി സ്ഥിരമായിട്ട് വരുന്നത് ഇപ്പോഴും മഞ്ജുപിള്ളയാണ്. അതുപോലെ തന്നെ പക്ഷേ അതിനു മുമ്പ് എന്നെ ഒരു സെലിബ്രിറ്റീസ്, അതായത് ഫിലിം ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നത് കുക്കു പരമേശ്വരൻ മാമാണ്. മാമിൻ്റെ ത്രൂ ആണ് ഓരോരുത്തരും വന്നു തുടങ്ങിയത്. അങ്ങനെ അതിനുശേഷം വന്നവരൊക്കെ എല്ലാവർക്കും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഒരുപാട് കൊളാബറേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസൈനേഴ്സ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്, ഇന്നവർക്ക് വേണം എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് അവർക്ക് കൊടുക്കുന്നുമുണ്ട്. മെയിൻലി മഞ്ജുപിള്ളയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രീതിയിൽ എന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുപിള്ളയാണ്. അതെ. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു സ്ഥാപനത്തിൻ്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫാണ് അല്ലേ? അതെ. എത്രത്തോളമാണ് സ്റ്റാഫിൻ്റെ സപ്പോർട്ട്? സ്റ്റാഫിൻ്റെ സപ്പോർട്ട് എനിക്ക് തുടക്കം മുതൽ തന്നെ സ്റ്റാഫിൻ്റെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാമിലി ആയിട്ടാണ് സ്വപ്നമന്ത്ര. എപ്പോഴും ഒരു ഫാമിലി. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ രണ്ടാമത്തെ വീട് സ്വപ്നമന്ത്രയാണെന്ന് പറയാറുള്ളത്. നമ്മളൊരു മുതലാളി തൊഴിലാളി എന്നുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഇല്ല. അങ്ങനെ നമ്മളെല്ലാവരും ഒരുപോലെ എന്നുള്ളൊരു ലെവലിലാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ അതിനകത്ത് ഇടപെടും എന്നുള്ളതല്ലാതെ ഒരു ബേസിക്കലി അങ്ങനെ ഒരു ഇതല്ല. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിവിടെ അതന്നെ പറയാനുള്ളത്. ഒരു ചേച്ചി എന്നുള്ള ലെവലിൽ അവർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാറുണ്ട്. കസ്റ്റമറുടെ ഒരു
അതെ, എനിക്ക് എപ്പോഴും കൺസേൺ എനിക്ക് കസ്റ്റമർ സൈഡിലാണ്. എനിക്ക് ഫസ്റ്റ് കൺസേൺ എപ്പോഴും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരുടെ അടുത്തേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അതിന് ശേഷമാണ് ഞാൻ ഇപ്പുറത്തേക്ക് വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് കസ്റ്റമർ ദൈവമാണെന്നാണ് എന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് ഇന്നും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻസ് സ്വപ്നമന്ത്രയുടെ ഇനി എന്താ പറയുക, വേറെ ബ്രാഞ്ചുകൾ വരണം എന്നുള്ളതുണ്ട്. ഫ്രാഞ്ചൈസീസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മളെടുത്ത് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ബേസിലാണ് ചെയ്യുന്നത്. അത് അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, വേറൊരു ഡിസൈനറുണ്ട്, നൈറ ബൊട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിയിലല്ല ബൈപ്പാസിൽ ചെയ്യുന്ന ഒരാളുണ്ട്. നിമിത ഷാനവാസ് എന്ന പേര്. നിമിത ഷാനവാസും ഞാനും അതുപോലെ തന്നെ ഡിജിറ്റൽ ഏരിയ അത് നോക്കുന്ന ഒരു ടീമുണ്ട്, സൗമ്യ എന്ന് പറഞ്ഞിട്ടുള്ള അമീഗോ എന്ന് പറയുന്ന ടീമാണ്. അവിടുത്തെ സൗമ്യ, ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടൊരു പുതിയൊരു വെഞ്ചർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രയാണ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ വന്നിരിക്കുന്നത് ഇപ്പോൾ ചക്കരപ്പറമ്പിലാണ് വന്നിരിക്കുന്നത്. എടപ്പള്ളി പാലാരോട്ടം സൈഡിൽ ചക്കരപ്പറമ്പിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് വേറെയാണ്. വീടുകളിൽ പോയി, അതായത് ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് അവിടുന്ന് എടുത്തുകൊണ്ട് വരിക, അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് അവർക്ക് തന്നെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഹോം ഡെലിവറി. പ്ലസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മെഷീൻസും ഉണ്ടാവും. നമ്മളവിടെ ചെന്ന് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഓൾട്ടർ ചെയ്ത് കൊടുത്തിട്ട് പോരും. അവർക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ല, മെഷീനും ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പം അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓടുന്ന ഒരു അത് തന്നെ ബൊട്ടിക് ഓൺ വീൽസ് എന്നാണ് പറയുന്നത്. പ്രയാണ ബൊട്ടിക് ഓൺ വീൽസ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലേ? കൺസെപ്റ്റുകൾ അതുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വപ്ന, ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാ? ഞാൻ പറയുമ്പോൾ ഏത് ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ആ ബിസിനസ് നന്നായി പഠിച്ചിട്ട് ഇറങ്ങണം എന്നാണ് പറയുക. ഇപ്പം എൻ്റെ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പേര് ഇത് പഠിക്കാതെ ഇറങ്ങുന്ന ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൊണ്ടിട്ട് ഇറങ്ങുന്നവരുണ്ട്. പാഷൻ ഉള്ളവർക്ക് അത് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു ടൈം പാസ് എന്നുള്ള ലെവലിൽ തുടങ്ങാതെ ഏതൊരു ബിസിനസ്സിനെയും അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി അത് എന്താ പറയുക, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ തൊഴിലാളികളില്ല എന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതില്ലെങ്കിലും നമുക്കത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റണം നമുക്ക്. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ എനിക്കറിയില്ലാത്തൊരു കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ ഏത് മേഖലയാണെങ്കിലും ശരി, ഡിസൈനിങ് ഇതാണെങ്കിലും ശരി, ഇനി അതല്ല എന്താ പറയുക, കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എൻ്റെ ഫിനിഷിങ് വർക്ക് ആണെങ്കിലും എല്ലായിടത്തും എനിക്കറിയില്ലാത്തൊരു കാര്യവും സ്വപ്നമന്ത്രയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളടുത്തേക്ക് ആളുകൾ വരുമ്പോൾ അറിയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഇടയിലാണെങ്കിൽ പോലും അവർ എന്തെങ്കിലും നമുക്കറിയാവുന്നതുകൊണ്ടിട്ട് നമ്മളെ കൂടുതലും കബളിപ്പിക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം വേണ്ടത് ആ ബിസിനസ്സിനെ പഠിക്കുക എന്നുള്ളതാണ്. എന്തിറങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റ് സ്റ്റഡി പ്ലസ് ബിസിനസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു എത്തിക്സ് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതിന് എന്തിനും വേണ്ടിയിട്ട് നമ്മളെന്താണ് ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലായതുകൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വേറൊരു വഴിക്ക് പോവില്ല. നമുക്കൊരു എത്തിക്സ് നമുക്ക് ഇല്ല. ക്യാഷ് പിന്നീടാണ് വരുന്നത്. നമ്മൾ ആദ്യം വേണ്ടത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വഴിയേ അത് പിന്നീട് വന്നോളും. നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെയാണ്. നമ്മളിപ്പോൾ ബിസിനസ്സെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ കുറിച്ച് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കൾ വരുന്നത്. എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രചോദനം എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയാണ് എനിക്ക് ഇതിനെല്ലാത്തിനും പുറകെ നിന്നിരുന്നതും എന്നെ പഠിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹം. വേറെ കാര്യമുണ്ട് സ്വപ്ന ഈ ഒരു പ്രസ്ഥാനത്തേക്ക് വരുമ്പോൾ എൻ്റെ മോള് തയ്യക്കാരത്തി ആക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അല്ലേ? അച്ഛനാണ് പറഞ്ഞിരുന്നത്. അതെ, അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. നമുക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മയുടെ ഇഷ്ടം നമ്മള് അതിന് പിൽക്കാലത്ത് അച്ഛനും അമ്മയും അതിനെ സമ്മതിച്ചു. അത് അന്ന് പിന്നീട് അച്ഛനും അമ്മയും മരിച്ചു പോയി. ഇപ്പോൾ 2 കൊല്ലമായി. അതിന് മുമ്പായിട്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛനോട് എൻ്റെ കൈ പിടിച്ച് അച്ഛനോട് കരഞ്ഞൊക്കെ ശരിക്കും കണ്ണ് നിറഞ്ഞ അച്ഛനോട് പറഞ്ഞു, ഞാനിത് തിരിച്ചറിഞ്ഞില്ല മോളെ എന്ന് പറഞ്ഞു. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു, നീ ഇങ്ങനെ നടത്തുമായിരുന്നു എന്നുള്ളത് ഞാൻ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിതിലൊന്ന് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. പക്ഷേ ഇതെന്തെങ്കിൽ അവർ ആ പഴയ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ് ഇങ്ങനെ ഒരു
വേണ്ട അന്നത്തെ കാലത്തിന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അന്നത് അത് എൻ്റെ ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു വേറൊരു രീതിയിലേക്ക് പോകാനായിട്ട് അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ബാധ്യതകൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ബാധ്യതകൾ ഒഴിവാക്കണം എന്നുള്ളതല്ല, നല്ലൊരു ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തയ്യക്കാരി എന്ന് അറിയപ്പെടാനായിട്ട് അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു. പക്ഷെ അത് സക്സസ്ഫുള്ളി ആയപ്പോൾ അച്ഛന് വളരെ സന്തോഷം. അതുകൊണ്ടാണല്ലോ മോളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് സംഗതി അല്ലേ? അതെ അതെ. പിന്നെ ഹസ്ബൻഡ് കൊച്ചിൻ റിഫൈനറിലായിരുന്നു. പുള്ളി ഇപ്പോൾ റിട്ടയർ ചെയ്തു. പിന്നെ പുള്ളിയുടെ സപ്പോർട്ടില്ലാണ്ട് ഒബ്വിയസ്ലി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ. അതേപോലെ തന്നെ മക്കൾ 2 പേരാണ്, കാർത്തിക്കും മനീഷ. ഓക്കെ, കാർത്തിക് ഇപ്പോൾ അനിമേഷൻ ഫിലിം മേക്കിംഗ് ആണ് പഠിച്ചത്. ഡിജിറ്റൽ ക്രിയേറ്റർ എന്നുള്ള രീതിയിലാണ് അതാണ് പഠിച്ചിരിക്കുന്നത്. പൂനെ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സായിരുന്നു, മാസ്റ്റർ ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷെയർ ചാറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് ഇരിക്കുന്നത്. മോള് നിഫ്റ്റ് പാസ് ഔട്ടാണ്, ടെക്സ്റ്റൈൽ ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. അവളിപ്പോൾ ഗുജറാത്തിലൊരു കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്വപ്ന മന്ത്ര വളരെ സന്തോഷത്തോടും അല്ലേ പുതിയ പുതിയ ബ്രാഞ്ചുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.